അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട അതായത് ലോകപ്രസിദ്ധരായ കാര്യങ്ങളുടെ ശബ്ദത്തിൽ നമുക്ക് എന്താക്കാൻ പറ്റും, വീഡിയോ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ സ്വന്തം ശബ്ദത്തിൽ തന്നെ മനോഹരമായ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നോക്കുന്നത്. അതിന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, താഴെ അൽ ഖാരി എന്ന സ്ഥലത്ത് നമ്മൾ ഒന്ന് ടച്ച് ചെയ്താൽ നമുക്ക് ഏത് സൂറത്താണ് വേണ്ടത്, എത്ര ആയത്ത് വേണ്ടത് നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ സൂറത്തുൻ നബ ആണ് എടുത്തിട്ടുള്ളത്. 2ാം ക്ലാസ്സിൽ സൂറത്തുൻ നബയിൽ 1 മുതൽ 3 ആയത്തുകളാണ് ഞാനിപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്. ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇത് താഴെയുള്ളത് നമ്മൾ പ്രസിദ്ധരായ ഖാരി എന്നാണ്, പക്ഷേ നമ്മൾ 2ാമത്തെ ഓപ്ഷനാണ് നമ്മൾ ടിക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ടച്ച് ചെയ്യാൻ പോകുന്നത്. ഇവിടെ തസ്ജീൽ എന്നാണ്. ഇത് നമ്മൾ മൈക്കിന് നമ്മുടെ ശബ്ദത്തിൽ തന്നെ ഖുർആൻ ഓത്ത് നമുക്ക് എന്താക്കാൻ പറ്റും, വീഡിയോ രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടെ മൈക്കിൻ്റെ ഒരു ഇത് കണ്ടോ, ഇവിടെ നമ്മൾ എന്താക്കണം, ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ നമ്മൾ വോയിസും നമുക്ക് ചെയ്യാനുള്ള ഇത് വരും. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ടച്ച് ചെയ്യാം. അവിടെ ടൈം സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് സൂറത്തുൻ നബയിൽ 3 ആയത്ത് നമുക്ക് ഓതാം. അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം അല്ലദീ ഹും ഫീഹി മുഖ്തലിഫൂൻ. അപ്പോൾ ഞാൻ ഓതിക്കഴിഞ്ഞതിന് ശേഷം അവിടെ വീണ്ടും ടച്ച് ചെയ്താൽ ഇതുപോലുള്ള ഇത് കാണും. ഇവിടെ കണ്ടോ, നമ്മൾ 26 സെക്കൻഡിലുള്ള ഒരു വോയിസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി തഹദീദ് തോക്കീത്തിൽ ആയത്ത്, ഇനി ആയത്ത് യോജിപ്പിക്കാനുള്ളതാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ എത്ര സെക്കൻഡ് ആയതിൻ്റെ മേലുള്ള ഇവിടെയാണ് ടച്ച് ചെയ്യേണ്ടതിന്. അപ്പോൾ അവിടെ ഒന്ന് ടച്ച് ചെയ്താൽ നമുക്കിവിടെ നമ്മളെ സൂറത്തിൻ്റെ ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഫസ്റ്റിലുള്ള നമ്മളെ ഇതുണ്ടല്ലോ, ഒരു ക്ലോക്കിൻ്റെ ഒരു ചിഹ്നം കണ്ടില്ലേ, അവിടെ 0, എല്ലായിടത്തും 0 എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ അവിടെ ഫസ്റ്റിൽ നമ്മൾ ശബ്ദം തുടങ്ങുന്ന സമയത്ത്, നമ്മൾ സൂറത്ത് ഓതാൻ തുടങ്ങുന്ന സമയത്ത് ബിദാത്തുൽ മുഖ്തൽ സൗത്ത് എന്നുള്ള അവിടെ എന്താക്കാം, ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം, ഈ ക്ലോക്കിൻ്റെ അവിടെ. ഇനി 2ാമത്തെ ഇവിടെ നമ്മൾ ടച്ച് ചെയ്യേണ്ടത്, 2ാമത്തെ അതിൻ്റെ താഴെയുള്ള ടച്ച് ചെയ്യേണ്ടത് നമ്മൾ ഓത്ത് കഴിഞ്ഞതിന് ശേഷം എവിടെയാണ് ഓത്ത് നിർത്തുന്നത് ആ സമയത്ത്, ആ മൊമെൻറ്റിൽ എന്താക്കണം, അവിടെ നിന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം. പിന്നെ 3ാമത്തെ നമ്മൾ ടച്ച് ചെയ്യേണ്ടത് ഫസ്റ്റത്തെ സൂറത്ത് ആയത്ത് ഓതി കഴിഞ്ഞ് ആ സമയത്ത് തന്നെ എന്താക്കണം, അവിടെ ടച്ച് ചെയ്യണം. പിന്നെ 4ാമത്തതിൽ നമ്മൾ ഇവിടെ ടച്ച് ചെയ്യേണ്ടത് നമ്മൾ 3ാമത്തെ ആയത്ത് ഓതി കഴിയുന്ന സമയത്ത് ടച്ച് ചെയ്യും. പിന്നെ നമ്മൾ അവസാനം ടച്ച് ചെയ്യേണ്ടത് നമ്മൾ ശബ്ദം അവസാനിക്കുമല്ലോ, അവിടെയാണ് ടച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അത് തുടങ്ങേണ്ടത് നമ്മൾ പ്ലേ ബട്ടന് കണ്ടു, ഇവിടെ ഒരു ഇതാണ് തുടങ്ങുന്ന സമയം. ഇവിടെ തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ശബ്ദം വരും, എന്നാൽ ഓതാൻ തുടങ്ങുന്ന സമയത്ത് ക്ലോക്കിൻ്റെ അവിടെ ഒന്ന് തൊടും. ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. അവിടെ ടൈം സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് സൂറത്തുൻ നബയിലെ 3 ആയത്ത്, സൂറത്തുൻ നബയിലെ 3 ആയത്ത് എന്നുള്ളത് ആ സമയത്തൊന്നും തൊടേണ്ട ആവശ്യമില്ല. സൂറത്ത് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ആ ക്ലോക്കിൻ്റെ അവിടെ തൊടേണ്ടത്. തീരുന്ന സമയത്ത് 2ാമത്തെ ലാസ്റ്റ്. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താക്കുന്നത്, ടിക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മൾ സൂറത്തിൻ്റെ ആയത്തുകളും മറ്റൊക്കെ വോയിസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ നമുക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആക്കാനും
അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആക്കി കഴിഞ്ഞാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ആക്കുകയാണ്, രണ്ടാമത്തെ സെലക്ട് ആക്കി, അതായത് മൂന്നാമത്തെ സെലക്ട് ആക്കിയിട്ടുണ്ട്, ഒരു കൊമ്പൻ്റെത്. അത് സെലക്ട് ആക്കിയതിന് ശേഷം നമ്മൾ ആ പ്ലേ ബട്ടൺ നമ്മൾ മുമ്പ് ചെയ്ത അതേ പ്ലേ ബട്ടൺ ഒന്നുകൂടി ടച്ച് ചെയ്യുക. അപ്പോൾ ഏത് ഷേപ്പിലുള്ള വീഡിയോ വേണ്ടത് നമ്മൾ നേരെയുള്ള ഏറോ മാർക്കുള്ള അതാണ് നമ്മൾ സെലക്ട് ആക്കേണ്ടത് നമ്മൾ വാട്സപ്പിൽ അയക്കുമ്പോൾ. അപ്പോൾ അവിടെ നിന്ന് ടച്ച് ചെയ്തു. പിന്നെ ഏത് ക്വാളിറ്റിയാണ് വേണ്ടത് ഞാൻ രണ്ടാമത്തെ സെലക്ട് ആക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ പേര് എഴുതി കൊടുക്കേണ്ടത്. നമ്മൾ ആ വീഡിയോയിൽ ഓതുന്ന ആൾ പേര് അവിടെ കാണിച്ചു തരും. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ പേര് ടൈപ്പ് ചെയ്യാണ്. പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം ടിക്ക് ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡ് ആകുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ആയതിനു ശേഷം ഓത്ത് എങ്ങനെയുണ്ട്, മാച്ചായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മാഷാ നല്ല മാച്ചായിട്ട് തന്നെ വന്നിട്ടുണ്ട്, ശബ്ദവും അതുപോലെ നമ്മൾ ആയത്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ സ്വന്തം വോയിസിൽ നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ മേലെ നമ്മളെ പേര് കാണിക്കുന്നുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇവിടെ നമ്മളിപ്പോൾ എഴുതിയ പേര് ശരിക്കും ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ എന്താ പേര് എഴുതിയത് ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി വീഡിയോ ഷെയർ ചെയ്യേണ്ടതാണ് കാണിക്കുന്നത്. നമ്മൾ പിന്നെ ഷെയർ ബട്ടൺ വെച്ചാൽ നമുക്ക് വാട്സപ്പിൽ ഷെയർ ആക്കാൻ പറ്റും. അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.